2020 നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് വരുന്ന ദിവസം വിധി സൂര്യവംശി എന്ന മധ്യപ്രദേശുകാരിയായ പെൺകുട്ടി ഏറെ പ്രതീക്ഷയോടുകൂടി NTA റിസൾട്ട് വെബ്സൈറ്റ് തുറക്കുകയാണ്. തനിക്ക് MBBS സീറ്റ് ഉറപ്പാണ് എന്നുള്ളൊരു തോന്നൽ അവൾക്കുണ്ട്. കാരണം OMR പ്രകാരം അവൾ 590 മാർക്ക് അന്ന് സ്കോർ ചെയ്തിട്ടുണ്ട്. എന്നാൽ അവളെ ഞെട്ടിച്ചുകൊണ്ട് അവൾക്ക് കിട്ടിയ മാർക്ക് NTA സ്കോർ കാർഡ് പ്രകാരം വെറും 6 മാർക്കായിരുന്നു. ഒരു മുഴം കയറിൽ അവൾ അന്ന് തന്റെ ജീവിതം അവസാനിപ്പിച്ചു. NTA നടത്തുന്ന നീറ്റ് പരീക്ഷയുടെ ആദ്യത്തെ രക്തസാക്ഷികളിൽ ഒരാളായിരുന്നു വിധി എന്ന പെൺകുട്ടി. വിധിക്ക് കീഴടങ്ങുമ്പോൾ ആരാണ് വിധിയുടെ ജീവിതത്തിനും മരണത്തിനും മറുപടി പറയേണ്ടത് എന്ന ചോദ്യം ബാക്കിയാകുന്നുണ്ട്. ഇന്ത്യയിലെ പരീക്ഷകൾ കൂടുതൽ സുതാര്യമാക്കാൻ വേണ്ടി 2017 NTA അഥവാ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഫോം ചെയ്തത്. ഒരുപാട് പരീക്ഷകൾ നീറ്റ്, JEE മെയിൻ, GMAT, UGC നെറ്റ് തുടങ്ങി ഒരുപാട് പരീക്ഷകൾ ഇന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ കീഴിലാണ്. എന്നാൽ 2017 മുതലുള്ള NTA ചരിത്രം എന്നുള്ളത് ഇന്ത്യയുടെ എക്സാം സിസ്റ്റംസ് റിഗ് ചെയ്യപ്പെട്ട ചരിത്രം കൂടിയാണ്. അത് ഓൺലൈൻ ആവട്ടെ ഓഫ്ലൈൻ ആവട്ടെ, അതിലോട്ട് വെളിച്ചം വീശുന്നതാണ് ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും അവസാനം വരെ കാണണം. കാരണം ഈ വീഡിയോയിലൂടെ ഇന്ത്യയിലെ അക്കാഡമിക് സിസ്റ്റത്തിനെ, ഇന്ത്യയിലെ എക്സാമിനേഷൻ സിസ്റ്റത്തിനെ, ഒരുപാട് ലക്ഷക്കണക്കിന് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികളുടെ സ്വപ്നങ്ങളെ എങ്ങനെയാണ് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് തവിട് പൊടിയാക്കുന്നത് എന്നാണ് വിവരിക്കാൻ പോകുന്നത്. വെൽക്കം ടു ദ സ്കാം വേൾഡ് ഓഫ് NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. NTA നടന്ന പരീക്ഷകളിലെ ആദ്യത്തെ സ്കാം ആണ് നീറ്റ് 2024 സ്കാം എന്നാണോ നിങ്ങൾ കരുതുന്നത്? 2021 JEE മെയിൻ പരീക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. CBI പുറത്തുവിട്ട കുറ്റപത്ര പ്രകാരം 820ഓളം കുട്ടികളാണ് ഇന്ന് ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ചീറ്റ് ചെയ്തുകൊണ്ട്, ചതിച്ചുകൊണ്ട് പഠിക്കുന്നത്. എങ്ങനെയാണ് അവർ ഇത്തരം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ ചതിച്ചത് എന്നത് നമ്മൾ പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്. നിങ്ങൾ മിഖായിൽ ഷെർഗൈൻ എന്ന് കേട്ടിട്ടുണ്ടോ? മിഖായിൽ ഷെർഗൈൻ ഒരു റഷ്യൻ ഹാക്കറാണ്. ഒരു റഷ്യൻ ഹാക്കർക്ക് ഇന്ത്യൻ എക്സാം സിസ്റ്റങ്ങളിൽ എന്താണ് കാര്യം? 2021 JEE മെയിൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഹാക്ക് ചെയ്ത ആളാണ് മിഖായിൽ ഷെർഗൈൻ. എങ്ങനെയാണ് ഈ ഒരു എക്സാം മിഖായിൽ ഷെർഗൈൻ ഹാക്ക് ചെയ്തത്? മിഖായിൽ ഷെർഗൈന്റെ കൂടെ ഒരു വലിയ എക്സാം മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അവർ ഓരോ സ്റ്റുഡൻസിന്റെ അടുത്ത് നിന്നും 8 ലക്ഷം മുതൽ 10 ലക്ഷം വരെ JEE മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി വാങ്ങി. അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായ സെന്ററുകൾ അലോക്കേറ്റ് ചെയ്തു. അൾട്രാ വ്യൂവർ എന്ന സോഫ്റ്റ്വെയറിലേക്കുള്ള ലിങ്ക് അവർക്ക് കൊടുത്തു. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഓപ്പൺ ആകുമ്പോൾ ഈ ലിങ്ക് കൂടി അതിന്റെ കൂടെ അവർ ക്ലിക്ക് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവരുടെ ടെസ്റ്റ് നടത്തുന്ന കമ്പ്യൂട്ടറിന്റെ കൺട്രോൾ റിമോട്ട് ആയിട്ട് മിഖായിൽ ഷെർഗൈന്റെ കീഴിലുള്ള ടീം ഏറ്റെടുക്കുന്നു. അവരുടെ കൂടെ അധ്യാപകരുണ്ട് അവർക്കുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവർ ടെസ്റ്റിന്റെ മുമ്പിൽ വെറുതെ ഇരുന്നാൽ മതി. ആരാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്? അവർക്ക് വിദഗ്ധരായിട്ടുള്ള അധ്യാപകർ റിമോട്ടായിട്ട് ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നു. അവർക്ക് വേണ്ടി ഉത്തരങ്ങൾ മാർക്ക് ചെയ്യുന്നു. 800ഓളം വിദ്യാർത്ഥികളാണ് ഈ പരീക്ഷയിൽ JEE മെയിനിൽ 2021 ചീറ്റ് ചെയ്തത് എന്നാണ് CBI കുറ്റപത്രത്തിൽ പറഞ്ഞത്. അങ്ങനെ ഈ പരീക്ഷയിൽ ചതിച്ച 820 ആളുകൾ ഇന്ന് ഇന്ത്യയിലെ പ്രീമിയർ സ്ഥാപനങ്ങളിൽ ആളറിയാതെ, പേരറിയാതെ പഠിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുമ്പോഴാണ് ഈ ചതിയുടെ ആഴം നമുക്ക് ബോധ്യപ്പെടുന്നത്. നീറ്റ് 2024 പരീക്ഷയിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. പരീക്ഷയിൽ 718, 719 എന്ന ഇമ്പോസിബിൾ ആയിട്ടുള്ള മാർക്ക് ചില ആളുകൾക്ക് ലഭിച്ചതോടുകൂടിയാണ് ഈ വിവരങ്ങൾ ലോകത്തിന് മുന്നിലെത്തിയത്. അതിന് NTA എക്സ്പ്ലനേഷൻ കൊടുത്തു. ഞങ്ങൾ ലോസ് ഓഫ് ടൈമിന് പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഗ്രേസ് മാർക്ക് കൊടുത്തതാണ്. അപ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാണ്. ഈ ഗ്രേസ് മാർക്ക് കൊടുത്തതിൽ 6 ടോപ്പേഴ്സ് 720ൽ 720 വാങ്ങിയവർ ഹരിയാനയിലെ ഒരേ സെന്ററിൽ നിന്ന് വന്നത് എങ്ങനെയാണ്? ഹരിയാനയിലെ ഇതേ സെന്ററിലെ 8 പേരിൽ 6 പേരെയും ഒരു കോച്ചിങ് സെന്ററും ഇതുവരെ അവകാശപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ഇതിൽ 7 പേർക്കും കുടുംബ പേരോ സെക്കൻഡ് നെയിമോ സർ നെയിമോ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? NTA ഈ ചോദ്യങ്ങൾക്ക് ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല. നീറ്റ് 2024 പരീക്ഷയുടെ തലേ ദിവസം ബീഹാറിൽ 20ലധികം കുട്ടികളെ ഒരു മാഫിയ ഗാങ് ഇരുത്തി ചോദ്യ പേപ്പർ പഠിപ്പിച്ചു എന്നുള്ള ആരോപണങ്ങളാണ് നാം ഇന്ന് കേൾക്കേണ്ടി വരുന്നത്. അവിടുത്തെ ഫ്ളാറ്റിൽ നിന്ന് പരീക്ഷാ ദിവസം കത്തിക്കരിയപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറും കണ്ടെടുക്കപ്പെട്ടു. എന്നാൽ ഗുജറാത്തിലെ ഗോദ്രയിൽ നടന്നത് അതിനേക്കാളും ഭയാനകമായിട്ടുള്ള സംഭവമാണ്. ഇവിടെ ആരോപിക്കപ്പെടുന്നത് 16 വിദ്യാർത്ഥികൾ കർണാടകയിൽ നിന്ന്, ഒഡീഷയിൽ നിന്ന്, ജാർഖണ്ഡിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഗുജറാത്തിലെ ഗോദ്രയിലെ ഒരു പ്രത്യേക സെന്ററിൽ വന്ന് പരീക്ഷ എഴുതുന്നു. ആരാണ് ഈ 16 കുട്ടികൾക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഈ കുട്ടികൾക്ക് ഈ എക്സാം സെന്റർ അലോട്ട് ചെയ്തത്, ഒരു സ്പെസിഫിക് സെന്റർ തന്നെ അലോട്ട് ചെയ്തത് എന്നുള്ള ചോദ്യം ഇന്നും അൺആൻസേർഡ് ആയിട്ട് കിടക്കുന്നു. ഈ 16 കുട്ടികൾ അവർ അവിടെ വന്ന് പരീക്ഷ എഴുതുന്നു. അവർ പരീക്ഷാ ഹാളിൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അവർ ഒന്നും മാർക്ക് ചെയ്യുന്നില്ല. അവരുടെ
OMR ഷീറ്റുകൾ ലഭിച്ചതിന് ശേഷം ആ സെന്ററിലെ അധ്യാപകർ അവർക്ക് വേണ്ടി ഉത്തരങ്ങൾ മാർക്ക് ചെയ്യുന്നു. ഇത്ര ഗൗരവകരമായിട്ടുള്ള ആരോപണമാണ്. ആ സെന്ററിലെ ഏതാനും അധ്യാപകരുടെ ഒരു കോക്കസ്, ഒരു മാഫിയ എന്നതിലപ്പുറം ആരാണ് ഈ കുട്ടികൾക്ക്, പല സ്റ്റേറ്റ്സിൽ നിന്നുള്ള ഈ കുട്ടികൾക്ക് ഒരു പ്രത്യേക സെന്റർ ഗുജറാത്തിൽ അനുവദിച്ചത്? NTA ഉത്തരം പറയേണ്ടതാണ്. 2024 JEE മെയിൻ സെഷൻ 1 പരീക്ഷ ജനുവരി 27-29 ഷിഫ്റ്റുകൾ എഴുതിയ കുട്ടികൾ അവരുടെ റിസൾട്ട്സ് വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചുപോയി. കാരണം സാധാരണ 170 180 മാർക്കുകൾ കിട്ടിയാൽ 99% അവർക്ക് നേടി NITയിൽ അഡ്മിഷൻ ഉറപ്പാക്കാവുന്ന പരീക്ഷയിൽ 200 മാർക്ക് അധികം നേടിയവർക്ക് പോലും 99% മാർക്ക് ഇല്ലാത്ത അവസ്ഥ. യഥാർത്ഥത്തിൽ ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഷോക്കായിരുന്നു. വിവിധ ഏജൻസികൾ, വിവിധ അധ്യാപകർ ഇന്ത്യയിൽ ഒട്ടേറെ സർവേ നടത്തി കണ്ടെത്തിയത് 2024 ജനുവരി 27, 29 ഷിഫ്റ്റുകളിൽ ആവശ്യത്തിൽ എണ്ണം കൂടുതൽ ആളുകൾ പരീക്ഷ എഴുതിയിരുന്നു. അതുമൂലം നോർമലൈസേഷൻ പ്രൊസീജിയർ തെറ്റിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. എന്നാൽ NTA ഇക്കാര്യം നിശിതമായിട്ട് അവർ നിഷേധിച്ചു. എന്നാൽ ഈ സർവേകളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഇവിടെ NTAക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ NTAക്ക് തെറ്റുപറ്റിയതാണോ അതോ ചില ആളുകൾക്ക് അഡ്വാൻറ്റേജ് നൽകാൻ വേണ്ടി NTA മനഃപൂർവ്വം കളിച്ചതാണോ? നമുക്ക് സംശയങ്ങളുടെ മുന NTAക്ക് നേരെ നീട്ടിവെക്കാതെ വയ്യ. ആരാണ് 27, 29 ഷിഫ്റ്റുകളിൽ പരീക്ഷ എഴുതിയ കുട്ടികളുടെ ഭാവിക്ക് മറുപടി പറയുക? പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റുകളിലെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗിലെ ഹാക്കിങ്ങും മാത്രമാണോ NTAക്ക് അറിയാവുന്നത്? അല്ല. മര്യാദക്ക് നടത്തിപ്പോകുന്ന പരീക്ഷകൾ എല്ലാം താറുമാറാക്കാനും NTAക്ക് അറിയാം. NCET എന്ന് പറയുന്ന ഇന്റഗ്രേറ്റഡ് ടീച്ചിങ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം IITകളിലും NITകളിലും അതുപോലെ ഇന്ത്യയിലെ മേജർ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും ഇന്റഗ്രേറ്റഡ് B.Ed കോഴ്സിന് വേണ്ടിയിട്ടുള്ള ഈ വർഷത്തെ എക്സാം നടത്താനിരുന്നത് NTA ആയിരുന്നു. NTA പരീക്ഷയ്ക്ക് വേണ്ടി ഹാൾ ടിക്കറ്റുകൾ ഇഷ്യൂ ചെയ്തു. കുട്ടികൾ സെന്ററുകളിലെത്തി 2 മണിക്ക് തുടങ്ങേണ്ട പരീക്ഷ 3 മണിയായിട്ടും തുടങ്ങിയില്ല. 4 മണിയായപ്പോൾ കുറച്ച് ആളുകൾക്ക് തുടങ്ങി. 5 മണിയായപ്പോൾ ഭൂരിഭാഗം ആളുകൾക്കും തുടങ്ങിയില്ല. കുറെ ആളുകൾക്ക് തുടങ്ങിയത് അതുപോലെ പെട്ടെന്ന് സ്ക്രീൻ ബ്ലാങ്ക് ആയി കഴിയുകയും ചെയ്തു. അതായത് ഒരു പരീക്ഷ നടത്തേണ്ട ദിവസം മണിക്കൂറുകൾ യാത്ര ചെയ്ത് എക്സാമിനേഷൻ ഹാളിൽ പരീക്ഷാർത്ഥികൾ എത്തിയിട്ടും പരീക്ഷ തുടങ്ങാൻ പോലും സാധിക്കാത്ത ദയനീയമായ അവസ്ഥയാണ് NCET പരീക്ഷാ ഹാളിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്. ഈ കുട്ടികളുടെ ഭാവിക്ക് NTA മറുപടി പറയുമോ? 2022 JEE സെഷൻ 1ലും സെഷൻ 2ലും ഒരുപാട് ടെക്നിക്കൽ ഗ്ലിച്ചുകളാണ് ആരോപിക്കപ്പെട്ടത്. വിദ്യാർത്ഥികളുടെ കമ്പ്യൂട്ടറുകൾ ഷട്ട് ഡൗൺ ആവുന്നു, അവരുടെ ടൈമറുകൾ ഫ്രോസൺ ആവുന്നു, പല ക്വസ്റ്റ്യൻസും ലോഡ് ചെയ്യുന്നില്ല. വ്യാപകമായിട്ട് പരാതികൾ ഉയർന്നിട്ടും NTA അതിന് യാതൊരുവിധ പ്രതിവിധിയും നിർദ്ദേശിച്ചിട്ടില്ല. 2024 ഇപ്പോൾ UGC നെറ്റ് എക്സാം ക്യാൻസൽ ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന UGC നെറ്റ് എക്സാമിൽ 10 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പല സ്ട്രീമുകളിലായി രാജ്യമെമ്പാടും പരീക്ഷ എഴുതിയത്. ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരുന്ന നെറ്റ് എക്സാമിനെ NTA ഇത്തവണ വീണ്ടും ഒരു പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ് മോഡിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പോൾ NTA പറയുന്നത് പരീക്ഷയുടെ ഇന്റഗ്രിറ്റി കോംപ്രമൈസ് ചെയ്തത് കൊണ്ട് ഈ പരീക്ഷ ക്യാൻസൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ആരാണ് ഈ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് മറുപടി പറയുക? ആരാണ് പരീക്ഷയുടെ ഇന്റഗ്രിറ്റിയെ കോംപ്രമൈസ് ചെയ്തത്? മുൻകാല അനുഭവങ്ങളിലോട്ട് നോക്കിയാൽ ചില വിദ്യാർത്ഥികൾക്ക് സെലക്റ്റീവായി പാർഷ്യലായി എക്സാം ഹാളുകൾ അലോട്ട് ചെയ്യുന്നത് ആരാണ്? അത് NTA തന്നെയല്ലേ? ഇത്തവണത്തെ നീറ്റ് സ്കാമിൽ അത് അന്വേഷിക്കാൻ വേണ്ടി ഒരു എക്സ്റ്റേണൽ ഏജൻസിയെ നിയോഗിക്കുന്നതിന് പകരം ഒരു UPSC ചെയർമാൻ, ഫോർമർ UPSC ചെയർമാന്റെ കീഴിലുള്ള ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ചെയർപേഴ്സണെ തന്നെ അധികാരിയാക്കിക്കൊണ്ട് കമ്മിറ്റി രൂപീകരിച്ച് റിപ്പോർട്ട് കൊടുത്തത് ആരാണ്? NTA അല്ലേ? ഇത്തരത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ പരീക്ഷകളുടെയും ഇന്റഗ്രിറ്റിയെ, അക്കൗണ്ടബിലിറ്റിയെ, ട്രാൻസ്പെറൻസിയെ കളങ്കപ്പെടുത്തുകയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ NTA ചെയ്തിട്ടുള്ളത്. ഇത്തരം എക്സാം സിസ്റ്റംസ്, അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകളാവട്ടെ, പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റുകളാവട്ടെ, അവർ റിഗ് ചെയ്യപ്പെടുമ്പോൾ ഇവിടെ ആക്ച്വലി കരിനിഴൽ വീഴുന്നത് ഒരുപാട് ലക്ഷങ്ങളുടെ സ്വപ്നങ്ങളുടെ മേലെയാണ്. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. NTA നടത്തുന്ന ഈ തോന്നിവാസങ്ങൾ തീർച്ചയായും നമ്മുടെ ലോകത്തിന് മുമ്പിൽ അറിയണം. കാരണം ഇത് ഒരു നീറ്റ് ആസ്പിറന്റിനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, ഇത് ഒരു IIT ആസ്പിറന്റിനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. നേരെ മറിച്ച് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെയുള്ള ഏറ്റവും വലിയ സ്കാമുകളാണ് പരീക്ഷകളുടെ പേരിൽ ഈ നാട്ടിൽ നടക്കുന്നത് എന്നുള്ള വസ്തുത ഓരോ പൗരനും ബോധ്യപ്പെടേണ്ടതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.